നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. CPM-ന് വേണ്ടി ഒരു കാലത്ത് കൊല്ലും കൊലയും നടത്തിയിട്ടുള്ള ക്രിമിനലുകൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ജയിലുകളിൽ VIP പരിഗണനയായിരുന്നു. ആവശ്യത്തിന് പരോളും ഫോണും ലഹരിയും ഒക്കെ എത്തിച്ചു നൽകാൻ ആളുകളും. എന്നാൽ ഭരണം മാറിയതോടെ പാർട്ടി ഗുണ്ടകളുടെ കാര്യം അല്പം കഷ്ടമാണ്. VIP പരിഗണന പോയിട്ട് നേരെ ചൊവ്വേ ഫോൺ വിളിക്കാൻ പോലും സൗകര്യങ്ങളില്ല. മുൻപ് ജയിൽ ഉദ്യോഗസ്ഥരെ വിരട്ടി അനധികൃതമായി ഫോൺ വിളിച്ചിരുന്ന ഗുണ്ടകൾക്കിപ്പോൾ പൂട്ടിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നും ഫോൺ വിളിച്ചതിന് പിടിക്കപ്പെട്ട കൊടി സുനിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വീണ്ടും ജയിലിൽ നിന്നും കൊടി സുനിയുടെ ഫോൺ വിളി. ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് ഫോൺ ചെയ്തതെന്നാണ് വിവരം. സംഭവത്തിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ തവനൂർ ജയിൽ സൂപ്രണ്ട് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ കഴിഞ്ഞ കുറേ നാളുകൾ, അതായത് 2 ഇടതു സർക്കാരുകളുടെ കാലത്തും വലിയ സൗകര്യങ്ങൾ, VIP പരിഗണനകളായിരുന്നു ഈ കൊടി സുനി ഉൾപ്പെടെയുള്ള CPM-ൻ്റെ ക്രിമിനലുകൾക്കെങ്കിൽ ഇപ്പോൾ ഭരണം മാറിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. മുൻപ് കിട്ടിയിരുന്ന സൗകര്യങ്ങളില്ല, VIP പരിഗണനയില്ല. എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ജയിലിൽ സംഭവിച്ചത്? എങ്ങനെയാണ് കൊടി സുനി പിടിക്കപ്പെട്ടത്? ടോം, തവനൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കൊടി സുനി തടവിലുള്ളത്. ഇവിടെ എല്ലാ ജയിലുകളിലും, സെൻട്രൽ ജയിലുകളിലും കോയിൻ ബോക്സ് ടെലിഫോൺ സൗകര്യമുണ്ട്. ഇത് BSNL-ൻ്റേതാണ്. ഈ ഫോൺ വഴി വിളിക്കണമെങ്കിൽ BSNL-ൻ്റെ 450 രൂപയുടെ കാർഡ് അത് ആക്ടിവേറ്റ് ചെയ്യണം. ഈ കാർഡിൽ 3 നമ്പറുകളായിരിക്കും ഉണ്ടാവുക. ഈ കാർഡ് സ്വൈപ്പ് ചെയ്ത് അതിൽ 3 നമ്പറുകൾക്ക് 1, 2, 3 എന്ന് തന്നെയാണ് ക്രമം കൊടുത്തിട്ടുള്ളത്. അതിൽ ആ നമ്പർ അടിച്ചാൽ ആരുടെ പേരിലാണോ ആ 1 എന്ന നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവർക്ക് കോൾ പോകും. അങ്ങനെ 450 രൂപയ്ക്കാണ്, 450 മിനിറ്റാണ് ഒരു മാസം ഇവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കൊടി സുനി ഇതുപോലെ തന്നെയാണ് ഫോൺ ചെയ്തിട്ടുള്ളത്. കോയിൻ ബോക്സിൽ ഈ പറയുന്ന കാർഡ് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ കാർഡ് മറ്റൊരാളുടെ കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒന്നുകിൽ കൊടി സുനിയുടെ കൈവശമുള്ള കാർഡിലെ 450 മിനിറ്റ് തീർന്നു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ താൻ രജിസ്റ്റർ ചെയ്യാത്ത മറ്റൊരാളെ വിളിക്കുവാൻ കൊടി സുനി മറ്റൊരാളുടെ കാർഡ് ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, സഹതടവുകാരൻ്റെ കാർഡിലുള്ള നമ്പർ അതിലേക്ക് കൊടി സുനി വിളിച്ച് ആ കോൾ ഒരു കോൺഫറൻസ് കോളാക്കി മറ്റാരോടോ സംസാരിച്ചു. അതായത് ജയിലിൽ നിന്നും പുറത്തേക്ക് വിളിക്കാൻ അനുവാദമില്ലാത്ത നമ്പറിലേക്ക് കൊടി സുനി ആശയവിനിമയം നടത്താൻ സഹതടവുകാരൻ്റെ കാർഡ് ഉപയോഗിച്ചു എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇത് പോലീസ് കൃത്യമായിട്ട് ജയിലധികൃതരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ കോൾ ചെയ്യുന്നത്. പക്ഷേ സാധാരണഗതിയിൽ അലോട്ട് ചെയ്ത നമ്പർ അത് ആരുടേതാണെന്ന് കൃത്യമായിട്ട് ജയിലധികൃതർക്ക് അറിയാൻ കഴിയും. ഒരുപക്ഷെ കാർഡ് മാറ്റി വിളിക്കുമ്പോൾ ഇതാരെയാണ് വിളിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണെങ്കിൽ ജയിലധികൃതർ കണ്ടെത്തിയിട്ട് ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഇയാളെ പണിഷ്മെൻറ്റ് സെല്ലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി മറ്റു തടവുകാരെ പോലെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ കഴിയില്ല. മറ്റ് സൗകര്യങ്ങൾ പുറത്തിറങ്ങാനുള്ള, അതായത് ജയിലിൽ പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങളും ഇയാൾക്കുണ്ടാകില്ല. അപ്പോൾ അത്തരത്തിലൊരു നടപടി ഇയാൾക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് സഹതടവുകാരൻ്റെ അറിവോടെയും സമ്മതത്തോടെ ആണോ ഇത് ചെയ്തത് എന്നും ജയിലധികൃതർ അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. 2 തരത്തിലാണ് ഈ ജയിലിലെ ഫോൺ വിളി സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഈ മറ്റൊരാൾ നമുക്ക് അലോട്ട് ചെയ്യാത്ത നമ്പറുകളിലേക്ക് ഈ തടവുപുള്ളി വിളിക്കുകയാണെങ്കിൽ അത് മറ്റൊരാളുടെ കാർഡിൽ രജിസ്റ്റർ ചെയ്ത നമ്പറായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആൾ ആ കോൾ മറ്റൊരാൾക്ക് കോൺഫറൻസ് ചെയ്ത് നൽകണം. ഇങ്ങനെ ഈ 2 തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഏതോ ഒന്നാണ് കൊടി സുനി ഇവിടെ ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസിൻ്റെ ജയിലധികൃതരുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ ഇപ്പോൾ പണിഷ്മെൻറ്റ് സെല്ലിലേക്ക് മാറ്റിയുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ടോം. യെസ്, തീർച്ചയായും അനുമോദ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. കാരണം ഇതിനു മുൻപും ഇതേ രീതിയിൽ തന്നെ അനധികൃതമായി കൊടി സുനി ഫോൺ വിളിച്ചിട്ടുണ്ടാകാം. അതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടാകാം. പക്ഷേ ഭരണം മാറിയപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, പഴയതുപോലെ അല്ലല്ലോ ഇപ്പോൾ സാഹചര്യം. നേരത്തെ അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഞങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, കൃത്യമായും മറുപടി നൽകും, അങ്ങനെ അഴിഞ്ഞാടാൻ വിടില്ല, ഈ പാർട്ടി ഗുണ്ടകളെ ഒന്നും അഴിഞ്ഞാടാൻ വിടില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ നൽകിയതാണ്. ഒരുപക്ഷെ ഇതിനു മുൻപും ഇങ്ങനെ ജയിലുകളിൽ കൊടി സുനി ഉൾപ്പെടെയുള്ള
CPM-ന്റെ തടവുകാർക്ക് അല്ലെങ്കിൽ CPM-ന്റെ ഗുണ്ടകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തന്നെ ലഭിച്ചിരുന്നതല്ലേ? ഒരുപക്ഷെ ഈ ഭരണം മാറിയതുകൊണ്ടാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്, ഈ രീതിയിലൊരു നടപടിയിലേക്ക് നീങ്ങിയത്? അത് പൂർണ്ണമായിട്ടും നമുക്കങ്ങനെ പറയാനായില്ലെങ്കിലും ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ജയിൽ സൂപ്രണ്ടുമായിട്ട് ജയിലിലെ ഉദ്യോഗസ്ഥരുമായിട്ട് കൊടിസുനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊടിസുനി കയ്യിൽ ചരട് കെട്ടിയിരുന്നു. ഇത് അഴിച്ചു മാറ്റാൻ ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ഇയാൾ സമ്മതിക്കില്ല. തുടർന്ന് ഈ ജയിൽ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. ഈ ജയിൽ ഉദ്യോഗസ്ഥന് അയാൾക്കെതിരെ പരാതി കൊടുത്തു. തുടർന്ന് ഈ ചരട് ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ കൊടിസുനിക്ക് എതിരെ വലിയ അയാളുടെ പ്രവൃത്തികൾ വലിയ വിരോധമുണ്ട്. മാത്രമല്ല നടപടികൾക്ക് വിധേയമാക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഫോൺ വിളി ഉണ്ടായിരിക്കുന്നതും അത് ജയിലധികൃതർ കണ്ടെത്തുകയും ചെയ്തത്. മുമ്പ് ഇതുപോലെ വിളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ വിളിച്ചിരിക്കാം എന്ന് തന്നെ വേണം പറയാൻ. അത് കൊടിസുനി മാത്രമല്ല, എല്ലാ ജയിലുകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ജയിൽ വകുപ്പ് മുൻപ് ഈ BSNL നമ്പറുകളിലേക്ക് മാത്രമേ വിളിക്കാവൂ എന്നൊരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. അതായത് BSNL നമ്പറിലേക്ക് വിളിക്കാൻ മാത്രമേ പാടൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അങ്ങനെ ഒരു നിർദ്ദേശം, ഒരു നിബന്ധന വെക്കുകയാണെങ്കിൽ ഈ ജയിൽ പുള്ളികൾ വിളിക്കുന്ന മറ്റ് നമ്പറിൽ നിന്ന് കോൾ കോൺഫറൻസ് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അതായത് ഏത് നമ്പറിലേക്ക് വിളിച്ച് ആവശ്യമുള്ളവരെ കോൺഫറൻസിലിടുമ്പോൾ അധികൃതർക്ക് ഇത് കണ്ടെത്താനാകില്ല. പക്ഷേ ആ ഒരു നീക്കത്തിനെതിരെ തടവ് പുള്ളികളിൽ പലരും അവരുടെ ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ച് ആ നീക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാനാകുന്നത്. അത് അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വകാര്യ ഉപയോക്താക്കളുടെ ഈ മൊബൈൽ നമ്പറുകളിലേക്ക് ആണെങ്കിൽ അവർക്ക് കോൾ കോൺഫറൻസ് സൗകര്യം ഏർപ്പെടുത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഈ ഒരു ജയിലിലെ ഫോൺ വിളി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കൊടിസുനിയും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സഹതടവുകാരൻ്റെ കാർഡ് മോഷ്ടിച്ചിട്ടാണോ, അത് അയാൾ കൊടുത്തതാണോ, അതോ കൊടിസുനിക്ക് വിളിക്കേണ്ട നമ്പർ സഹതടവുകാരൻ അയാളുടെ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടാണോ എന്നുള്ളതൊക്കെ ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്നാണെങ്കിലും കൊടിസുനിക്ക് പഴയ പോലെ ജയിലിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങളോ വലിയ സൗകര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ മാറിയ സാഹചര്യത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് അയാളെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയിട്ടുള്ളത്. തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് കൊടിസുനി ജയിലിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. സഹതടവുകാരെ മർദ്ദിച്ചു എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു 2023 വിയൂരിൽ നിന്നും അതീവ സുരക്ഷാ ജയിലിൽ നിന്നും തവനൂരിലേക്ക് മാറ്റിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തവനൂരിലെത്തിയ ശേഷവും ഇങ്ങനെ തന്നെ സഹതടവുകാരെ ഉപദ്രവിക്കുന്നു. മാത്രമല്ല, ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനു മുൻപ് ഈ കൊടിസുനിക്കെതിരെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ജയിലിനകത്തും പുറത്തും ഇയാൾക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കാൻ ആളുകളുണ്ട് എന്ന രീതിയിലുള്ള ആരോപണവും പരാതിയും ഒക്കെ ഉയർന്നു വന്നെങ്കിലും അന്നൊരു നടപടി പോലും ഈ കൊടിസുനിക്കെതിരെ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല, വീണ്ടും സൗകര്യങ്ങൾ VIP പരിഗണന തന്നെ കിട്ടിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്, ഒരു കൊടും ക്രിമിനലാണ് കൊടിസുനി. പക്ഷേ ഇപ്പോൾ എന്തായാലും നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. മാത്രമല്ല, അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസ് പോലീസിന്റെ തുടർ നടപടി ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അനുമോദ്? ഇത് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറ്റിപ്പുറം പോലീസിൽ അന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ കൊടിസുനി നിലവിൽ ജയിലിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ മറ്റ് നടപടികളൊക്കെ പുരോഗമിക്കുന്നു എന്നാണ് അറിയാനാകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിനപ്പുറം നടപടികളോ കുറ്റപത്രം സമർപ്പിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ആ ഘട്ടത്തിലെത്തിയിട്ടില്ല എന്നാണ് കുറ്റിപ്പുറത്തെ പോലീസിനോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, കൊടും ക്രിമിനൽ എന്നതിനപ്പുറം ജയിലിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജയിലധികർക്ക് തലവേദന ഉണ്ടാക്കുകയും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയും നമ്മൾ കണ്ടതാണ്. കണ്ണൂർ ജയിലിലൊക്കെ കൊടിസുനി ജയിലിൽ വെച്ച് ഫോൺ വിളിച്ച് കൊട്ടേഷൻ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയിരുന്ന കാര്യങ്ങൾ അതിനുശേഷം വിയ്യൂരിലേക്ക് മാറ്റിയപ്പോഴും സമാനമായ പ്രശ്നം ജയിലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ നിയന്ത്രിക്കാൻ ജയിലധികൃതർ കഴിഞ്ഞിരുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് ഇയാൾക്ക് നേരെ നടപടിയെടുക്കാനോ കർശനമായ കാര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ജയിലധികൃതർ കഴിഞ്ഞില്ല എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. എന്നാണെങ്കിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത മറ്റു തടവുകാർക്ക് ലഭിക്കുന്ന പുറത്ത്, അതായത് ജയിൽ കോമ്പൗണ്ടിൽ ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങളൊന്നുമില്ലാതെ പണിഷ്മെൻറ്റ് സെല്ലിലേക്ക് ഇപ്പോൾ ഇയാളെ മാറ്റിയിട്ടുള്ളതെന്നാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും
ജയിൽ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതിനുള്ള നടപടികൾ ആ കേസിൻ്റെ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കുറ്റിപ്പുറം പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊടി സുനിക്കെതിരായിട്ടുള്ള തുടർച്ചയായ പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും നടപടി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇയാൾ വീണ്ടും ഈ തവനൂരിലെ ജയിലിൽ തുടരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ പോലും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ജയിൽ മാറ്റം ഉണ്ടാകുമോ, അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുമോ, കർശനമായ നിരീക്ഷണം കൊടി സുനിക്ക് മേൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഈ CPMകാർ മാത്രമല്ല ഈ ഗുണ്ടകൾക്ക് ഇങ്ങനെ ഒത്താശ ചെയ്യുന്നത്, അതിലെല്ലാ പാർട്ടിക്കാരുമുണ്ട്. BJPയും കോൺഗ്രസും ഒന്നും ഇക്കാര്യത്തിൽ മോശമല്ല. പ്രത്യേകിച്ചും ഭരണം മാറിയതോടെ കോൺഗ്രസ് നേതാക്കളെ മണിയടിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രീതി നേടാൻ ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ രംഗത്തുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് K. സുധാകരൻ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ പങ്കെടുത്ത വിഷയത്തെക്കുറിച്ച് നമ്മൾ കേട്ടത്. അത് ഏറെ വിവാദമായിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. കൊച്ചിയിലെ വിവാദ തൂഫാൻ യോഗം സ്വകാര്യ പരിപാടി എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറയുന്നത്. ഓപ്പറേഷൻ തൂഫാനായി ഗുണ്ടകളുടെ സഹായം ആവശ്യമില്ല, നിരവധി ക്രിമിനൽ കേസ് പ്രതികളാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൂഫാൻ ഉള്ളത് നമുക്കൊരു ലഹരിക്കെതിരായിട്ട് പബ്ലിക്കും പ്രൈവേറ്റും അധ്യാപകർ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതൊക്കെ എതിരായിട്ട് നടக்கூடிய ഒരു ഗവൺമെൻറ്റുடைய പ്രോഗ്രാമാണ്. അതിനുடைய ഫങ്ഷൻസ് പോലീസ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാരത് മാതാ കോളേജിലൊക്കെ മിനിസ്റ്ററൊക്കെ വെച്ച് യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സ്റ്റുഡൻസും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിന്നെ ഒരുപാട് വാളണ്ടിയർ ഓർഗനൈസേഷൻ ഈവൻ നമുക്ക് നടന്നിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ്, റെസിഡൻറ്റ്സ് അസോസിയേഷൻ ഇവരൊക്കെ വിളിച്ചിട്ട് അവർ ഒരു തുഫാൻ വാരിയറായിട്ടുള്ള വാളണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനോട് ഭാഗമായിട്ട് മുൻപോട്ട് പോകരുതാണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്നോട് നേതൃത്വത്തിൽ വന്നിട്ടില്ല. മറ്റേ വി ആർ നോട്ട് നോട്ടീസ്ഡ് എനിത്തിങ് ആണ്. പോലീസിന് ഗുണ്ടകൾ സഹായിക്കാമെന്നൊക്കെയാണ് അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗം തന്നെ. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുള്ളൂ. ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. അതേസമയം K. സുധാകരൻ എറണാകുളത്തുണ്ടെന്നറിഞ്ഞാണ് തങ്ങൾ ക്ഷണിച്ചതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. സുധാകരനെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നും സംഘാടകർ പറയുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച തൂഫാനുമായി ബന്ധപ്പെട്ട് അതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ യുവാക്കൾ K. സുധാകരൻ MP കൊച്ചിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ കാണാൻ വേണ്ടി വന്നപ്പം അവരെ അറിയിച്ചത് കുറച്ച് പേര്, ഒരു 10-20 പേരുണ്ടെന്നാണ് അറിയിച്ചത്. പക്ഷേ വന്നപ്പം ഒരു 100ഓളം പേരുണ്ടായിരുന്നു. അവരെല്ലാം നല്ല ആവേശത്തിലും ഉഷാറിലും നിൽക്കുകയാണ്. ഈ തൂഫാന് പോലീസുമായി ചേർന്ന് ഇതെല്ലാം ഇല്ലാതാക്കി കൊച്ചി ഒരു ക്ലീൻ സിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശത്തിന് പുറത്ത് വന്നപ്പോൾ ഈ ചാനലുകാർ എന്താണ് ചെയ്തത്? വളരെ മോശമായി ചിത്രീകരിച്ചത് മാത്രമല്ല, പല രീതിയിലുള്ള വാർത്തകളും പല കള്ള വാർത്തകളും കൊടുത്ത് നേതൃത്വം കൊടുത്തത് ഞാനാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് കണക്കിന് വന്ന എല്ലാവരും കുട്ടികളും കേസിൽ പ്രതിയായിട്ടുള്ളവരൊന്നുമല്ല. മാന്യമായിട്ട് ജീവിക്കുന്നവർ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുകയും മറ്റു കാര്യങ്ങളുള്ളവരുണ്ട്, പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാവരും ഉണ്ട്. ഇവർ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാവരും 100 കണക്കിന് ഇതാണ് മറ്റേ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്, കഞ്ചാവ് കേസിലെ പ്രതികളാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടല്ലോ, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ അടുത്ത് ചോദിക്കാം അവിടെ എന്താണ് സംഭവിച്ചത്. ഇതൊന്നും തിരക്കാതെ ഏതോ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന് വേണ്ടിയോ കൊടുത്തൊരു വാർത്തയായിട്ടാണ് എനിക്ക് വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്തായാലും ഈ K. സുധാകരനോടൊപ്പം ഈ ഗുണ്ടകൾ ഓപ്പറേഷൻ തൂഫാൻ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തതിനെ പോലീസിന് നിയമപരമായി നേരിടാൻ കഴിയില്ലല്ലോ. അതായത് ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. ഒരു ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി അതിനോട് കൈകോർക്കാൻ, അതിനോട് പങ്കാളികളാകാൻ എത്തിയവരാണ് തങ്ങളെന്നാണ് ഈ സംഘാടകർ പറയുന്നത്. പക്ഷെ ഈ പോലീസ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ പോലീസിൻ്റെ ഈ സംഭവത്തിന് പിന്നാലെ പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല ഈ പങ്കെടുത്ത ആളുകളുടെ ഒരു പശ്ചാത്തലമടക്കം വിശദമായി പരിശോധിക്കുന്നുണ്ടോ? ഇതിൽ ഇന്നിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ ഇതിൽ മറ്റാരുടെയും ആവശ്യമില്ല. പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും കൂട്ടായ്മകളുടെ ഒരു ആവശ്യമില്ല. അവബോധം സൃഷ്ടിക്കാൻ പല പരിപാടികളും നമ്മൾ ക്യാമ്പസുകൾ ചെയ്യുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട്
കൃത്യമായി ഇവരുടെ സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പോലീസിന് ഈ രീതിയിലുള്ള ആളുകളുടെ ഒരാവശ്യവും ഇല്ല എന്ന് ഒരു മാന്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നതാണ്. പോലീസ് ഇതിനെക്കുറിച്ചൊരു അനൌദ്യോഗികമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരൊക്കെ പങ്കെടുത്തു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു പ്രാഥമികമായ രീതിയിൽ അനൌദ്യോഗികമായ രീതിയിൽ ഒരു വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് വലിയ കാര്യവുമാക്കുന്നില്ല. കാരണം ഇവരുടെ ഒരു കൂട്ടായ്മ അത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ആ പോലീസിന്റെ ഒരു നിഗമനമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഉയർത്തിയ വിവാദങ്ങൾ ചെറുതല്ല. മാത്രവുമല്ല, ഇതിപ്പോൾ ന്യായീകരണവുമായി വന്നിരിക്കുന്നതും അതങ്ങ് കണ്ണടച്ച് അത് വിശ്വസിക്കാനും പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ ആ കാര്യങ്ങൾ കാണുന്നത്. കാരണം അതൊരു കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി തന്നെ നടത്തിയതാണ് എന്നതാണ് പൊതുവിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. കാരണം അതിലൊരു ഒരു ഹോട്ടലിൽ അവരെല്ലാവരും സംഘടിക്കുന്നു. അതിന് കൃത്യമായ ഒരു ഡയസും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതിനൊരു ബാനറും എല്ലാം ഉണ്ടായിരുന്നു എന്നതെല്ലാമാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ചതല്ല എന്ന രീതിയിലുള്ളതാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൽ അവരൊരു അവകാശവാദമായി പറയുന്നത് ഇങ്ങനെ ഒരു ക്രിമിനൽ സാഹചര്യങ്ങളിൽ പണ്ട് പെട്ടുപോയവർക്ക് തിരിച്ചു വരാൻ ഒരു അവസരം നൽകിക്കൂടെ എന്ന് ചോദിക്കുന്നത് ന്യായമായൊരു ചോദ്യമായിട്ടാണ് അത് കാണുന്നത്. കാരണം അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. പക്ഷേ ഈ പറച്ചിലിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടായതാണ്. അതിൽ പങ്കെടുത്ത ആൾ മട്ടാഞ്ചേരി ഷിബു എന്ന ആൾ പിന്നീട് ഒരു വധശ്രമ കേസിൽ പ്രതിയാവുകയാണ്. ബാറിൽ വെച്ചുണ്ടായ അടിപിടിയിൽ ഒരു വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഈ ഷിബുവും കൂട്ടാളിയും എന്നതാണ്. അതുകൊണ്ട് ഈ യോഗത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായും അതിനെ നമുക്ക് കാണാം. കാരണം ഇതിന്റെ ഈ ട്രാക്കിൽ നിന്ന് ആരും തന്നെ മാറുന്നില്ല എന്നത് തെളിയിക്കുന്ന രീതിയിലാണ് തൊട്ടടുത്ത ദിവസം ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഏതായാലും ഇവർ പറയുന്നൊരു ന്യായീകരണം ഇത് സുധാകരൻ ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടില്ല. അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണുകയായിരുന്നു എന്നാണ് ഇതിലൊരു സംഘാടകനായി വിശേഷിപ്പിക്കാവുന്ന സുഹേൽ ഷാജഹാൻ പറയുന്നത്. സുഹേൽ ഷാജഹാൻ AKG സെന്റർ ഈ ബോംബാക്രമണ കേസ് അടക്കമുള്ള കാര്യങ്ങളിലടക്കം പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ്. വിസ തട്ടിപ്പടക്കം ഇയാളുടെ പേരിൽ നിലവിലുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സംഘാടകർക്ക് അടക്കം ഈ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്നിരിക്കെയാണ് വീണ്ടും ഇവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. 20 പേരാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് അത് 100 പേരിലേക്ക് പെട്ടെന്ന് മാറിയെന്നുമെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രവുമല്ല, ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും തെറ്റായ രീതിയിലാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളടക്കം ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, ഇതിൽ പങ്കെടുത്തവരുടെ ഓരോ കേസ് ഹിസ്റ്ററിയും വെച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ആരും അവരുടെ ചെയ്തികളിൽ നിന്ന് വിടുതൽ നേടി മറ്റൊരു രീതിയിലേക്ക് സമൂഹത്തിനെ ഒരു നല്ല കാര്യങ്ങളിലേക്ക് വരുന്നതിൽ ഒരാളും എതിർക്കുന്നില്ല എന്നത് അത് തന്നെയാണ് സത്യം. പക്ഷേ ഇതിൽ മുൻനിരയിലുണ്ടായിരുന്നവർ തന്നെയാണ് പിറ്റേന്ന് തന്നെയും ഈ രീതിയിലുള്ള കേസുകളിലെല്ലാം തന്നെ പെടുന്നത്. അവിടെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും തൽക്കാലം ഈ യോഗത്തിന് കോൺഗ്രസിന്റെയോ അടക്കമുള്ള ആരെയും ഒരു അംഗീകാരമില്ല എന്ന് പറയുന്നു. DCC അടക്കം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു ഇങ്ങനെയൊരു യോഗത്തിൽ. നമുക്കറിയാം, ഈ ലഹരി ഒട്ടും ഉപയോഗിക്കാത്ത, മദ്യം പോലും ഉപയോഗിക്കാത്ത ഗുണ്ടകളുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലെ പല ഗുണ്ടാ സംഘങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാലും അങ്ങനെ ലഹരി ഉപയോഗിക്കാത്തവരുണ്ട്. പക്ഷേ ഈ ഗുണ്ടാ പ്രവർത്തനത്തിൻ്റെ മറവിൽ ലഹരി ഇടപാട് നടത്തുന്ന, വളരെ സജീവമായി ലഹരി ഇടപാട്, അതോടൊപ്പം സ്വർണ്ണക്കടത്തൊക്കെ ആയി മുന്നോട്ട് പോകുന്ന ക്രിമിനൽ സംഘങ്ങളും വളരെ സജീവമായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഇതുപോലുള്ള ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ മറവിൽ തങ്ങൾ ലഹരി വിരുദ്ധ പോരാളികളാണെന്ന് പുറമേ നടിക്കുകയും അതിൻ്റെ മറവിൽ ലഹരി ഇടപാട് നടത്തുക, അങ്ങനെ പല ദുരുദ്ദേശവും ഇവർക്ക് പിന്നിൽ ഉണ്ടാകുമോ? ഒരുപക്ഷെ പോലീസ് അതാണോ സംശയത്തോടെ നോക്കിക്കാണുന്നത്? ഒരുപക്ഷെ ആയിരിക്കാം. പോലീസ് അത്തരം കാര്യങ്ങൾ കൂടി സംശയിക്കുന്നുണ്ടാകാം. കാരണം ഈ വന്നിരിക്കുന്നവർക്കെല്ലാം കൃത്യമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള നിരവധി ആളുകൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ, ഈ ഒരു മേൽവിലാസമൊക്കെ വീണ്ടും അതിലേക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിലുള്ളൊരു സംശയം പോലീസിനുണ്ടാകാം. ചിലപ്പോൾ പോലീസിന് അത്തരം സംശയിക്കാവുന്ന രീതിയിലുള്ള പഴയ കേസ് ഹിസ്റ്ററികളുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും തന്നെ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ മറ്റ് മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് കണ്ടതാണ്. കാരണം ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്തയാൾ തന്നെ പിന്നീട് അയാളുടെ പക്കൽ നിന്ന് MDMA പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം അവർക്ക് ഇതെല്ലാം പരിചിതമായ കാര്യങ്ങളാണ്. മാത്രവുമല്ല
ഇതിൽ വന്നിരിക്കുന്ന ആളെ ഈ കൊച്ചി സിറ്റി പോലീസിലെ ക്രൈം സ്ക്വാഡിലുള്ളവർക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാവുന്നതാണ്. ഉദ്ദേശശുദ്ധിയോടെ ഇക്കാര്യങ്ങളിലേക്ക് വരുന്നവരെ ആരും തന്നെ തടയില്ല. അവർക്ക് ആ രീതിയിൽ പോലീസിന് വിവരം നൽകിക്കൊണ്ടെല്ലാം തന്നെ മുന്നോട്ട് പോകാം. അല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ അനുവദനീയമല്ല. പോലീസ് അത് അനുവദിക്കുകയുമില്ല. പോലീസിന് അത്രയ്ക്ക് കൃത്യമായ വിവരങ്ങളുണ്ട്. പോലീസിന് വിവരം നൽകുന്ന ആളുകളായിട്ട് ഇവർക്ക് മാറാവുന്നതാണ്. ആ രീതിയിലൂടെ അവർക്ക് കടന്നു വരാവുന്നതാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ മറ്റൊരു കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ട് ഒരു ബദൽ രീതി എന്ന രീതിയിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുക എന്ന രീതിയിലാണ് പോലീസും സംശയത്തോടെ നോക്കിക്കാണുന്നത്. ആ ഒരു ഉദ്ദേശശുദ്ധിയാണ് സംശയിക്കപ്പെടുന്നത്. അതിൽ കാര്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പിറ്റേ ദിവസം തന്നെ അതിൽ പങ്കെടുത്തയാളെ വധശ്രമത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമോ? പരാതിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ? ഈ വിഷയത്തിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ ഉടൻ കേസെടുത്തേക്കുമെന്നാണ് വിവരം. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. അൻസിബയുടെ പരാതിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടനെ നടപടി ഉണ്ടാകും. വിഷയം അമ്മ സംഘടന തന്നെ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അവരുടെ സംഘടനയ്ക്ക് ഇടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, അവർ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. നേരത്തെ അവർ തമ്മിൽ സംസാരിച്ചിട്ട കാര്യങ്ങൾ പിന്നെ സാറ്റിസ്ഫൈ ആയിട്ടില്ലെന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ ഒരു ACP നേതൃത്വത്തിൽ തന്നെ നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നമുക്ക് മുൻകൂട്ടി പോയത്. പിന്നെ രണ്ടാമതൊരു കാര്യം നമുക്ക് കിട്ടിയതാണ് അവർ തമ്മിലുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മറ്റവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങൾ അത് നോക്കിയിട്ട് നമുക്ക് ആ സമയത്തിൽ ഉള്ള എവിഡൻസ് നോക്കിയിട്ട് പോലീസ് ഒരു തീരുമാനം എടുത്തു. ഇപ്പം ജുഡീഷ്യറിയുടെ അത് പരിഗണനയാണ്. അത് എവിടെ വരുന്നുണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അല്ല, ഓർഡർ കാപ്പി എങ്ങനെയാണ് കോടതിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനുണ്ട്. പിന്നെ അതിനുള്ള ഓർഡർ കാപ്പിക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് വന്നെങ്കിൽ അതനുസരിച്ച് മുൻകൂട്ടി പോകും. അത് ഓർഡർ കാപ്പി വരട്ടെ. ഓർഡർ കാപ്പി നോക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ കിട്ടിയ വിവരമാണ്. കോടതിയിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് പിന്നെ കോടതി ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഈ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതുപോലെ ഇത് അമ്മ സംഘടനയ്ക്കുള്ളിൽ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു. പിന്നീടാണ് അത് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ അൻസിബയെ പ്രേരിപ്പിച്ചത്. ഒടുവിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവ് വരെയും ഉണ്ടാകേണ്ടി വന്നു. ഈ വിഷയത്തിൽ പോലീസിൻ്റെ നിലപാട് എന്താണ്? പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അൻസിബ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതും. അതിലാണ് കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട ടിനി ടോമിനെതിരെ കേസ് എടുക്കണം എന്ന് തന്നെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. BNS 173(5) പ്രകാരം കേസെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മതേതരത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ടിനി ടോമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? അതിൽ നടി നീന കുറുപ്പിന്റെ മൊഴി അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപൂർണമാണ് എന്ന് പറയുമ്പോൾ തന്നെ കേട്ടറിവുള്ള കാര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുമ്പോഴും ഇതിൽ ഇത്തരത്തിലുള്ള, അതായത് ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, അതല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്ന ആളെന്ന് അൻസിബയെ പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പരാതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അക്കാര്യത്തിൽ എന്തുകൊണ്ട് വ്യക്തത വരുത്തുന്നില്ല? അത്തരത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടന്നില്ല എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ടിനി ടോമിനെതിരെ കേസെടുക്കുകയും അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയും വേണമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ 8 ഈ ഹർജി പരിഗണിച്ചത്. ആ കോടതിയുടെ ഉത്തരവിനെ അനുസരിച്ച് ടിനി ടോമിനെതിരെ അടിയന്തരമായി കേസെടുക്കാനുള്ള നടപടി ഉണ്ടോ പോലീസിനെന്നുള്ള ചോദ്യത്തിനാണ് കമ്മീഷണർ പറഞ്ഞത് കോടതി ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ കേസെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാക്കിയത്. അമ്മയുടെ സംഘടനയുടെ അകത്ത്
തീർപ്പാക്കാവുന്ന ഒരു പരാതിയായിരുന്നു. ഇത്തരത്തിൽ അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന തരത്തിലോ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കുന്ന തരത്തിലോ തമാശ രൂപേണയാണ് എന്ന് പറയുമ്പോഴും പോലീസ് ഈ ജിഹാദി എന്ന് വിളിച്ചത് തമാശ രൂപേണയാണ് എന്ന റിപ്പോർട്ടിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത് കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. ജിഹാദി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് തമാശ രൂപേണ എന്ന് കണക്കാക്കാൻ കഴിയുക എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അൻസിബയുടെ സ്വകാര്യ അന്യായത്തിൽ ടിനി ടോമിനെതിരെയും ഈ SHO അതായത് കടവന്ത്ര SHOയ്ക്കെതിരെയുമാണ് അൻസിബ പരാതി നൽകിയത്. ടിനി ടോമിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടത്താൻ തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി വ്യക്തമാക്കുന്നത് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്നാണ് ടോം. യെസ്, അങ്ങനെയെങ്കിൽ ഈ അൻസിബയുടെ ഈ നിയമ പോരാട്ടത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ് കോടതിയുടെ നടപടി, കഴിഞ്ഞ ദിവസത്തെ നടപടി, ഉത്തരവ്. മറ്റു പരാതികളും അൻസിബ പോലീസിൽ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് നേരത്തെ തന്നെ ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ആ കേസ് തന്നെ മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ പരാതി, അതായത് അമ്മയുടെ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും വീണ്ടും പരാതി നൽകിയിരുന്നു അൻസിബ. ആ വിഷയത്തിൽ സ്വാഭാവികമായും ഇത്തരമൊരു നടപടി പോലീസിൻ്റെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ സ്ഥിതിക്ക് അല്പം കൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കില്ലേ അൻസിബയുടെ മൂന്നാമത്തെ പരാതിയെ കാണുക? തീർച്ചയായിട്ടും ടോം, പ്രത്യേകിച്ചും ഈ അൻസിബ ഇതിൽ നിന്നും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കേസ് എടുക്കാനാകില്ല എന്നുള്ള പോലീസ് നിർദ്ദേശം വരികയും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം രാജിവെച്ച് പുറത്തു വന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും സമൂഹ മാധ്യമങ്ങളുടെ അൻസിബയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെ വ്യക്തമാണെന്നാണ് ഈ കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അൻസിബയ്ക്കെതിരെ അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏത് തരത്തിൽ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇവരുടെ അൻസിബയ്ക്കെതിരെയുള്ള പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ള കാര്യമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനെതിരെ വീണ്ടും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കോടതി ഇടപെടൽ, അത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് വരുന്നത് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ കേസിന്റെ ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. പരാതി നൽകുന്നത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന നിലയിലേക്കാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റുന്നതും. പിന്നീട് ആ കേസ് അന്വേഷിച്ച ശേഷം, അതായത് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുന്നു, നീനാക്കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, ശ്വേതാ മേനോന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, ഈ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അൻസിബയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ടിനി ടോം വിളിച്ചത് തമാശ രൂപേണയാണ് ജിഹാദി എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പരാമർശം കണ്ടത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. അതുകൊണ്ട് ഈ കേസ് എടുക്കാനാകില്ല, അതുകൊണ്ട് ഈ ഹർജി തള്ളണം എന്നുള്ള തരത്തിലാണ് കേസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിന് എതിരായിട്ടാണ് SHOയ്ക്കെതിരെയും ടിനി ടോമിനെതിരെയും അൻസിബ കോടതിയിലെത്തുന്നതും. അതിലാണ് കഴിഞ്ഞ ദിവസം കോടതി ഇത്തരത്തിൽ ഒരു സുദീർഘമായ വിധി എന്ന് പറയാം, പ്രത്യേകിച്ചും ജിഹാദി എന്നും മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണം പൂർണ്ണമല്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിൽ വ്യക്തമായ അന്വേഷണം വേണം. ഇത് മാത്രമല്ല, ഈ റിപ്പോർട്ടും പൂർണ്ണമല്ല, ഇത് അപൂർണമാണ് എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ നടി നീനാക്കുറുപ്പിന്റെ മൊഴി പ്രസ്താവം അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, അതായത് അൻസിബ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ആളാണെന്ന് പറയുന്നു, അവരുടെ DNA-യിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, അവരെ ജിഹാദി എന്ന് വിളിക്കുന്നു, അവർ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന ആളെന്ന് പറയുന്നു. അതുമാത്രമല്ല, അതിനു മുൻപും അവർക്കെതിരെ അവിഹിത കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെയും ചേർത്തിട്ടാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് വേണം ഈ കേസ് അന്വേഷിക്കാൻ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ കമൽ, അതുപോലെ ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള, അതായത് സെക്യുലർ ഇടമായിട്ടുള്ള അല്ലെങ്കിൽ സെക്യുലർ മനോഭാവമുള്ള ഒരു ഇടമാണ് സിനിമ എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം മതപരമായിട്ടുള്ള ചിന്തകൾ, ജാതിപരമായിട്ടുള്ള ചിന്തകൾ, അത്തരത്തിലുള്ള വേർതിരിക്കലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ലജ്ജാവഹമാണ് എന്നുള്ള പരാമർശങ്ങൾ അത് സിനിമയിലെ തന്നെ പ്രമുഖരായ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണ്. ഈ പണവും പ്രശസ്തിയൊക്കെ കൂടുമ്പോൾ ലോകത്തുള്ള എല്ലാവരെയും പുച്ഛത്തോടെ കാണുന്ന ചില സിനിമാ താരങ്ങളുണ്ട്. അവർ സിനിമയിൽ പറയുന്ന തമാശകൾ പോലെ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ, സഹപ്രവർത്തകരോട് പറയുമ്പോൾ
അവർക്കത് മനസ്സിന് മുറിവേൽക്കും, അവർക്കും വേദനയും വിഷമവും ഉണ്ടാകുമെന്ന കാര്യം ടിനി ടോമിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു നിയമ നടപടി ഒരു താക്കീതാണ്. ഇതുപോലെ ഇനിയെങ്കിലും തമാശയ്ക്ക് പോലും ഇത്തരം പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവാണ് ടിനി ടോമിനൊക്കെ വേണ്ടത്. വേണം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വിവാഹ വാർഷിക ദിനത്തിൽ യുവതിയുടെ ആത്മഹത്യ. വിഴിഞ്ഞത്തെ ഭർത്തൃ വീട്ടിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഗർകോവിൽ സ്വദേശിനി വിഘ്നേശ്വരിയാണ് മരിച്ചത്. 2 വർഷം മുൻപാണ് വിഴിഞ്ഞ സ്വദേശി അഭിലാഷുമായി ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇന്നലെ വിവാഹ വാർഷിക ദിനമായിരുന്നു. അതിനിടെയാണ് ഈ ദാരുണമായ സംഭവം. മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, വിവാഹ വാർഷിക ദിനത്തിലുണ്ടായ സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് ആത്മഹത്യയുടെ കാരണമെന്ന് വ്യക്തമാണോ? ഇരുവരും തമ്മിൽ, അഭിലാഷും വിഘ്നേശ്വരിയും തമ്മിൽ ദാമ്പത്യ പ്രശ്നമുണ്ടായിരുന്നോ? അതാണോ ആത്മഹത്യ കാരണമായത്? അവിടെ നിന്ന് എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹ വാർഷികം നടക്കുന്നത്. ഈ പറയുന്ന വിഴിഞ്ഞം സ്വദേശിയായ അഭിലാഷിന്റെയും ഒപ്പം നാഗർകോവിൽ സ്വദേശിയായ വിഘ്നേശ്വരി എന്ന 27-കാരിയുടെയും വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. വീട്ടിൽ വളരെ ആഘോഷങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഇതിനെ തുടർന്ന് ഈ ആഘോഷങ്ങൾ സമാപിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ പറയുന്ന ഒരു വലിയൊരു ദുഃഖത്തിലേക്കും കലാശിച്ചത്. വീട്ടിനുള്ളിൽ തൂങ്ങിയ മരിച്ച നിലയിലായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല. ഇതേ ചൊല്ലിയുള്ള ഒരു മാനസിക സംഘർഷം വീട്ടിലുണ്ടായിരുന്നു. ഇതേ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോട് ഈ റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഘ്നേശ്വരിയെ കണ്ടെത്തുന്നു. തുടർന്ന് ആയിരുന്നു വിഴിഞ്ഞം പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസൊക്കെ ആയിരുന്നു മറ്റു നടപടികൾ സ്വീകരിക്കുന്നതും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള സംഭവിച്ച കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസ് ഈ പറയുന്ന അഭിലാഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു, കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഇവരുടെ ഫോണുകൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തുന്നു. എന്താണ് മരണത്തിലേക്ക് വഴിതിരിച്ചത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തായാലും 2 വർഷമായുള്ളൂ ഇവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട്. ഇതിനിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ മരണകാരണത്തിൽ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലാണ് വിഴിഞ്ഞം പോലീസ് പോയിട്ട് നിൽക്കുന്നത്. ടോം, വിഘ്നേശ്വരിയുടെ കുടുംബം അവിടെ എത്തിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ? ഈ യുവാവിൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മർദ്ദനം, ചൂഷണം ഈ യുവതിക്ക് നേരിടേണ്ടി വന്നിരുന്നോ? അത്തരമൊരു പരാതി ഇവർക്കുണ്ടോ? വിഘ്നേശ്വരിയുടെ അമ്മ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കുടുംബജീവിതത്തിൽ തുടങ്ങുന്ന തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതായി ഇവർ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ ഈ മരണത്തിലേക്ക് കലാശിച്ച കാരണം എന്താണെന്നുള്ളത് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയില്ല. പോലീസും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എല്ലാവരെയും, കുടുംബാംഗങ്ങളൊക്കെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ അതിനൊരു വ്യക്തത വന്നതിന് ശേഷമേ നമുക്ക് അതിനൊരു മറുപടി നൽകാൻ കഴിയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇവർ ഇയാൾ ഈ പറയുന്ന അഭിലാഷ ഒരു ബാങ്കിലെ ജീവനക്കാരനായിരുന്നു. ഇദ്ദേഹം കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവരുടെയിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യെസ്, അങ്ങനെ പോലീസെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിഘ്നേശ്വരിയുടെ ഫോൺ ഒരുപക്ഷെ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവ് ലഭിക്കുമായിരിക്കും. ഇങ്ങനൊരു ദാമ്പത്യ പ്രശ്നമുള്ളതായി, ഭർത്തൃ വീട്ടിൽ നിന്നും ഒരു ക്രൂരതകൾ, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതായി എപ്പോഴെങ്കിലും യുവതി സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നോ? അരുൺ മോഹൻ, വ്യക്തമായി ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ? ഇതിന് എപ്പോഴെങ്കിലും ഈ ദാമ്പത്യ പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം വീട്ടുകാരോട് വിഘ്നേശ്വരി പറഞ്ഞിരുന്നോ?
അതെ, നേരത്തെ സൂചിപ്പിച്ചത് ഇവരുടെ 2 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ പറയുന്ന ഇവർ നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം നയിച്ചു വന്നിരുന്നുവെങ്കിലും കുട്ടികളില്ല എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിനിടയിൽ ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന വിഘ്നേശ്വരിക്ക് ഉൾപ്പെടെ മനോവിഷമം ഉണ്ടായതായി കുടുംബാംഗങ്ങൾ പറയുന്നു. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം മരണത്തിലേക്ക് കലാശിച്ചതാണെന്നുള്ളത് ഒരു വിലയിരുത്തലാണ് കുടുംബാംഗങ്ങൾ എത്തി നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ അഭിലാഷുമായി ചില തർക്കങ്ങൾ പതിവായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് ഒരു പരാതിയുമായി വീട്ടുകാരെ സമീപിച്ചതായി വിഘ്നേശ്വരിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നില്ല. എന്തായാലും പോലീസ് എല്ലാ ഭാഗവും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. മറ്റ് അയൽവാസികളെയൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം ഒരു വ്യക്തത വരാൻ കഴിയുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് കേസെടുത്തിട്ടുള്ളത്. മൃതദേഹം അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാഗർകോവിൽ സ്വദേശിനിയായ യുവതിയുടെ ആത്മഹത്യയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ദാമ്പത്യ പ്രശ്നമാണ്, കുടുംബജീവിതത്തിലെ തർക്കങ്ങളാണ് ആത്മഹത്യ കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ആലപ്പുഴയിലെ വിവാദ കാർണിവൽ നടത്തിപ്പിൽ കരാർ ലൈസൻസ് മറച്ചുവിറ്റതായുള്ള രേഖകൾ ന്യൂസ് 18. 1 കോടി രൂപയ്ക്കാണ് കരാർ എറണാകുളം സ്വദേശി ഫയാസ് റഹ്മാൻ എന്നയാൾക്ക് മറിച്ചു നൽകിയത്. സിയാൻ കമ്പനി ഉടമ ഷിഫാനയുടെ പേരിലാണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് അനുമതി നേടിയെടുത്തിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശി സുനിലാണ് പോർട്ട് ഓഫീസിൽ കെട്ടിവെക്കാനുള്ള തുക ഷഹാനയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയത്. വിവാദ കാർണിവലിന് അനുമതി നേടിക്കൊടുക്കാൻ സുനിലിന് ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർമാരുടെ സഹായം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശരണ്യ, കഴിഞ്ഞ ദിവസം ശരണ്യ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കരാർ ലൈസൻസ് മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? വലിയൊരു തട്ടിപ്പ്, വലിയൊരു അഴിമതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ? ടോമ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളോട് കാണിച്ചൊരു വലിയ വഞ്ചന ആണ് എന്നുള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആലപ്പുഴ ബീച്ചിൽ ഇത്തരത്തിലൊരു കാർണിവലുമായി ബന്ധപ്പെട്ട് അവിടെ 190 രൂപ നിരക്കിലാണ് ടിക്കറ്റ് വിൽപ്പന നടത്തിയിരുന്നത്. 2 മാസം കൊണ്ട് ഈ കാർണിവൽ നടത്തിയ ആളുകൾക്ക് ഏകദേശം 4 കോടി രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇനമായി ഉണ്ടായിരുന്നത് വണ്ടർഫോൾസ് എന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അതൊരു കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കി അതിനകത്ത് കുട്ടികളും കുഞ്ഞുങ്ങളും അടക്കമുള്ള ആളുകളെ, മുതിർന്നവരും ഉൾപ്പെടെ വന്ന് കുടുംബവുമായി എത്തി ഈ വെള്ളത്തിൽ ആ ഒരു കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കളിച്ച് രസിക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെയാണ് ഈ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം 90 അടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടവും അതിനും അനുബന്ധ ക്രമീകരണങ്ങളും ഒരുക്കിയതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ഈ CRZ ഹൈറ്റൈഡ് ലൈനിൽ വളരെ പാരിസ്ഥിതികമായി വളരെ പ്രശ്നമുള്ള ഇടത്താണ് ഇത്തരത്തിൽ CRZ, അതായത് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു പൊന്തുവെള്ളം വെക്കാൻ ഒരു ഷെഡ് അല്ലെങ്കിൽ ഒരു മറ കെട്ടാൻ പോലും അനുവദിക്കാത്ത ഇടത്താണ് 90 അടി ഉയരത്തിൽ ഇത്തരത്തിലൊരു വലിയ 2 ഭീമാകാരൻ മതിലുകൾ പോലെയുള്ള ഭാഗങ്ങൾ ആലപ്പുഴ ബീച്ചിൽ ഉയർന്നത്. അത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അവർ ഒരുക്കിയിരുന്ന സൗകര്യങ്ങൾ, അതായത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മറവുകളിൽ ആർക്കും കയറി ചെന്ന് കാണാൻ കഴിയാത്ത ഇടങ്ങളിൽ അവർ ഒരുക്കിയിരുന്നത് ഈ വെള്ളച്ചാട്ടത്തിനായി ഉപയോഗിച്ച വെള്ളം അത് ഈ CRZ മേഖലയിൽ കുഴൽക്കിണറുകൾ താഴ്ത്തിയാണ്. അങ്ങനെ കുഴൽക്കിണറുകൾ താഴ്ത്താൻ പാടില്ല എന്ന് കൃത്യമായ നിയമം ഉണ്ട്. കർശന നിരോധനമുള്ള ഇടമാണ്. അതിനോടൊപ്പം കുഴിക്കക്കൂസുകൾ നിരത്തിയായിരുന്നു ഇവരവിടുത്തെ ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുചിമുറി സൗകര്യങ്ങൾ അവരവിടെ ഒരുക്കിയത് എന്നുള്ളതാണ്. ഈ 3 മീറ്റർ വ്യത്യാസത്തിലുള്ള ഇടത്തു നിന്നും കുഴിക്കക്കൂസുകളും അതോടൊപ്പം തന്നെ കുഴൽക്കിണറുകളും തമ്മിലുള്ള വ്യത്യാസമുള്ള ഇടത്താണ് വളരെയധികം കക്കൂസ് മാലിന്യം, അതായത് കോളിഫോം ബാക്ടീരിയ നമ്മൾ സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാപനമായ അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിൽ ഡയറക്റ്റ് ഉൾപ്പെടെയാണ് വന്ന് വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്തത്. അതിൽ 100 ml 1000-ലധികമായിരുന്നു കോളിഫോം ബാക്ടീരിയ. അപ്പോൾ അന്ന് തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് 2 മാസക്കാലമായി നടന്ന പോർട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ കാല് വെച്ചാൽ ഈ പരിപാടി നടന്ന സ്ഥലമാണ്. ആലപ്പുഴ നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അവിടെ വെരിഫൈ ചെയ്യുന്നു. പലതവണ അവിടെ ടാക്സ് വെട്ടിപ്പ്, അതായത് ടിക്കറ്റ് നഗരസഭയ്ക്ക് വിനോദ നികുതി അടക്കുന്നതിൽ വരെ കള്ളത്തരം കാണിച്ചു വന്നു. അത് കൈയോടെ പിടിക്കപ്പെടുകയും ചെയ്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ പുതിയ
പുതിയൊരു സംഭവം വന്നിരിക്കുന്നത്. അതായത് ഈ കാർണിവൽ നടത്തിയതിൽ 129 കുടുംബങ്ങളാണ് കുട്ടികൾ ഉൾപ്പെടെ ഡയേറിയ, ഒപ്പം തന്നെ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള അസുഖബാധിതരായി മാറി. അത് ഈ വാട്ടർ കോണ്ടാക്ട് ആണ് എന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുമ്പോൾ ഇതുവരെ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടപടിയോ അന്വേഷണവും നടത്തിയില്ല. ഇത്രയും നാൾ നമ്മളുടെ മുന്നിലുള്ള ചിത്രം എന്ന് പറയുന്നത് ഈ കരാർ എടുത്തിട്ടുള്ള ആളുകൾ പാലക്കാട് സ്വദേശിയാണ്, സിയാൻ എന്ന കമ്പനിയാണ്, ഷഹാന എന്നാണ് ആ ലൈസൻസിയുടെ പേര് എന്നുള്ളതാണ്. എന്നാൽ അതല്ല എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കരാർ പുറത്തുവിടുന്നതിലൂടെ വരുന്നത്. അതായത് ഇത്തരത്തിൽ ഉള്ള പരിപാടികളെല്ലാം നടത്തിയതിന് പിന്നിൽ ഫയാസ് റഹ്മാൻ എന്ന എറണാകുളം സ്വദേശിയാണ് രണ്ടാം കക്ഷിയായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതായത് ഷിഫാനയുടെ പേരിലുള്ള ലൈസൻസ്, ഇവിടെ ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ വെച്ചത് ഷഹാനയാണെങ്കിൽ അത് പിന്നീട് ഇവർക്ക് മറച്ചു വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള കാർണിവലോ വെള്ളച്ചാട്ടവുമോ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തി പരിശീലനമുള്ള ആളുകളല്ല ആലപ്പുഴ ബീച്ചിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അവരുടെ തോന്നിയ പോലെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ ആലപ്പുഴ ബീച്ചിൽ തള്ളിയിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫയാസ് റഹ്മാൻ എന്നയാൾ ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് 1 കോടി രൂപ ഈ ഷഹാനയ്ക്ക് നൽകാം, പാലക്കാട് സ്വദേശിക്ക് നൽകാം എന്നുള്ള കരാറിന്മേൽ അവർക്ക് ഈ കരാർ മറിച്ചു നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴ സ്വദേശി, അതായത് ആലപ്പുഴക്കാർക്ക് ഇതിൽ ബന്ധമുണ്ടെന്നും ആലപ്പുഴയിലുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമികളാണ് ഇതിന് പിന്നിൽ എന്നുമുള്ള ആക്ഷേപം തുടക്കം മുതൽ ഉയർന്നിരുന്നു. സുനിൽ എന്ന ആലപ്പുഴ സ്വദേശിയാണ് ഈ ബീച്ചിലെ പോർട്ടിന്റെ തുറമുഖ വകുപ്പിന്റെ ഓഫീസിൽ അടക്കുന്നതിന് വേണ്ടിയുള്ള തുക ഈ സിയാൻ എന്ന കമ്പനി അല്ലാതെ ഒന്നാം കക്ഷിയായ ഷഹാനയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സുനിലിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് എന്താണ് എന്നുള്ളത് പ്രധാനമായി പറയേണ്ടതുണ്ട്. കാരണം കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഷഹാനയും ഫയാസ് അബ്ദുൾ റഹ്മാനുമാണ്. എന്നാൽ പണം നൽകുന്ന ആൾ സുനിൽ എന്ന വ്യക്തിയാണ്. ഇയാൾ ഈ രീതിയിൽ ഇടനില നൽകി പലരുമായും പല രാഷ്ട്രീയ ആലപ്പുഴ നഗരസഭയിലെ പല കൗൺസിലർമാരുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സുനിൽ എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുമ്പോഴാണ് ഇത് നടത്തിപ്പിന് പിന്നിൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേടിനപ്പുറത്തേക്ക് അവിടെ എത്തിയ ജനങ്ങൾക്കാകെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ നമ്മൾ കണ്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടി വെറും 6 വയസ്സുകാരനാണ്. ഈ കുട്ടിക്ക് ഇവിടെ ഏപ്രിൽ 24 ഈ വെള്ളച്ചാട്ടം കുഞ്ഞ് 2 മണിക്കൂറിനേറെ ചെലവഴിക്കുന്നു. മെയ് 11 ആയപ്പോൾ ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് കുട്ടിക്ക് മസ്തിഷ്ക ജ്വരത്തിന്റെ, അതായത് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും കടുത്ത പനി, കുട്ടിയെ ഇരുത്തുമ്പോൾ താഴത്തേക്ക് മറിഞ്ഞു പോകുമായിരുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറഞ്ഞത്. ആ രീതിയിലാണ് കുട്ടിയെ പിന്നീട് തിരുവല്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ എത്തുകയും അവിടെയും അമൃത ആശുപത്രിയിലുമായി നടത്തിയ ചികിത്സയിലാണ് മസ്തിഷ്ക ജ്വരത്തിലേക്ക് എത്തുന്ന അണുബാധ കുട്ടിയുടെ തലച്ചോറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടിലേക്ക്. അവിടെയും ഡോക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുട്ടിക്ക് വേറൊരു പുറത്തേക്കൊരു വാട്ടർ കോണ്ടാക്ട് ആകെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ മാത്രമാണ്, മറ്റു യാത്രകളോ ഒന്നും പോകാത്ത കുട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള അതിനുശേഷം 129ഓളം കുട്ടികളുടെ രക്ഷകർത്താക്കൾ വിവിധ നമ്മളുടെ വാർത്ത, അതായത് കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരുന്നു, കക്കൂസ് മാലിന്യം കലർന്ന വെള്ളമാണ് ഇവർ ഈ മതിയായ ക്രമീകരണങ്ങളോ ശുചീകരണമോ നടത്താതെ ഈ പമ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നത് എന്നുൾപ്പെടെയുള്ള വാർത്ത പുറത്തു വന്നതോടെ ഒരു ഗൂഗിൾ ഫോമിൽ, അതായത് വിവിധ യൂട്യൂബേഴ്സും മറ്റു സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് രൂപീകരിച്ച ഗൂഗിൾ ഫോമിൽ തന്നെ 129ഓളം പരാതിക്കാർ എത്തി എന്നുള്ളതാണ്. അതിൽ ഇത് കൂടാതെ ചേർത്തലയിലെ ഒരു കുട്ടിക്ക് ഡയേറിയ ബാധിച്ച ആ കുട്ടിയും ഗുരുതരാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ അത്ര ഗൗരവകരമായ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ഈ CRZന്റെ ഹൈറ്റേഡ് ലൈനിൽ ഈ 90 അടി ഈ സംഭവം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്? നടപടി സ്വീകരിക്കേണ്ടതല്ലേ? കാരണം കൗൺസിലർമാരുടെ അടക്കം ഒത്താശ ഉണ്ടായിട്ടുണ്ട്, ഇതൊരു കൈക്കൂലി ഇടപാടുണ്ടായിട്ടുണ്ട്. അതിന് പണം വാങ്ങിയാണോ ഈ രീതിയിൽ വഴിവിട്ട ഒരു ഇടപാടുകൾ, സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുള്ളത്? അത്തരമൊരു ആരോപണമുണ്ടോ ഈ വിഷയത്തിൽ? മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? അത്തരമൊരു ആരോപണം ഈ കൗൺസിലർമാർക്കെതിരെ ഉന്നയിക്കുന്നുണ്ടോ? ഇത് ഈ കാർണിവൽ നടന്നതിന് ശേഷം ഇത്ര നാളുകൾ പിന്നിടുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രമാണ് ഇത് വളരെയധികം, അതായത് മാധ്യമങ്ങൾ ഇത് വാർത്തയായതോടുകൂടി ആണ് ഇത് വലിയ രീതിയിൽ ഇത് നഗരസഭയിൽ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണാൻ ശ്രമിച്ചത്. അതിൽ തന്നെ നമ്മൾ ഈ ശാസ്ത്രീയമായ പരിശോധനകൾ, അതായത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉൾപ്പെടെ കക്കൂസ് മാലിന്യം അതിൽ വലിയ തോതിൽ കലർന്നിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉണ്ടായിട്ടുള്ളത്, ഇത്രയധികം കൂടിയിട്ടുള്ളത് എന്ന ഉൾപ്പെടെയുള്ള വാർത്തകൾ വരികയും
അത് ന്യൂസ് 18 ഈ വാർത്ത തന്നെ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ അത് ആളുകളിലേക്ക് എത്തുകയും ചെയ്ത സമയത്താണ് ഇതിനകത്ത് മറ്റു രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം പോലും ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. അതായത് 2 മാസക്കാലം നടന്ന ഒരു കാർണിവലുമായി ബന്ധപ്പെട്ട ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനകത്ത് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. അതായത് CRZ ലംഘനം വന്നിട്ടുണ്ട്. തീരദേശ പരിപാലന നിയമത്തിന്റെ അങ്ങേയറ്റത്തെ ലംഘനമായിരുന്നു ആലപ്പുഴ തീരത്ത് നടന്നത്. അതായത് കടലിൽ നിന്ന് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഈ കുഴിക്കക്കോസുകൾ അടക്കം നിരത്തിയിരുന്നത്. അതിനോടൊപ്പം തന്നെ പോർട്ട് ഓഫീസിന്റെ മുന്നിൽ, അതായത് ആലപ്പുഴ തുറമുഖ വകുപ്പിന്റെ തൊട്ട് മുന്നിൽ അവരുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ദൂരത്തിലായിരുന്നു ഇത്രയധികം മാലിന്യ കൂമ്പാരം ആലപ്പുഴയിൽ നിറഞ്ഞത്. ഇപ്പോഴും അത് അശാസ്ത്രീയമായ രീതിയിൽ അവിടെ പല രീതിയിലുള്ള മണ്ണ് ആ ഭാഗത്ത് അത്തരത്തിൽ കുഴികൾ പോലും കുത്താൻ പാടില്ലാത്ത പ്രദേശത്ത് ആ രീതിയിൽ ഇപ്പോഴും അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നടന്ന കള്ളക്കളികളെ കുറിച്ച് ഒരു കാര്യമായ ഗൗരവകരമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോഴും അതിന്റെ കള്ളക്കളികളെ കുറിച്ച് കൃത്യമായി പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ 4 കോടി രൂപ ലഭ്യമായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ 4 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നഗരസഭയിൽ വിനോദ നികുതിയായി അടച്ചിട്ടുള്ള തുക ഈ 4 കോടിക്ക് സമാനമായ തുകയല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ പണം നികുതി വെട്ടിച്ച് എടുത്ത പണമാണ്. ആ പണം എന്ത് ചെയ്തു എന്നുള്ള വലിയ ചോദ്യം ഉയർന്നു നിൽക്കുന്നു. ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള വലിയ ചോദ്യവും ഉയർന്നു നിൽക്കുന്നു. അത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. നമ്മൾ കാണുന്ന പരിസ്ഥിതി മലിനീകരണത്തിനും അവിടെ വന്നെത്തിയ ജനങ്ങളെ, ഇത്രയും കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളെ ഈ രീതിയിൽ ഉള്ള ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ മലിനമായ ജലത്തിനകത്ത് ഇത്തരത്തിൽ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് ലഭിച്ച പണം, കൃത്യമായ നികുതി അടക്കപ്പെടാത്ത പണം എങ്ങോട്ട് പോയി എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ ചോദ്യങ്ങളിലടക്കം അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് തീരദേശ പരിപാലന നിയമം കൃത്യമായി പാലിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരു വീട് വെക്കാനോ അവരുടെ ഗാർഹിക ആവശ്യത്തിനോ ഒരു അനുമതി തേടിയെത്തിയാൽ കയറി ഇറങ്ങുന്ന ഓഫീസുകളിൽ ഈ ഇത്ര വലിയ CRZന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ വരെ പരാതി ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ലഭ്യമായ ഒരിടത്ത് എന്ത് അന്വേഷണം നടന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. എല്ലാ 2 മാസക്കാലം അതാണ് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് നടന്നത്. ഇതിൽ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, ബിനാമി ഇടപാടുകളുണ്ടോ, മാത്രമല്ല ഉദ്യോഗസ്ഥരുടെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും കൗൺസിലർമാരുടെയൊക്കെ ഒത്താശയുണ്ട്. അതേക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. കാസർഗോഡ് എണ്ണപ്പാറയിൽ CPM ഓഫീസിന് നേരെ ആക്രമണം. എണ്ണപ്പാറയിൽ പ്രവർത്തിക്കുന്ന തായന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അർദ്ധരാത്രിയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിന്റെ ജനൽ ചില്ലുകളും കൊടിമരവും ആക്രമണത്തിൽ തകർത്തു. സംഭവത്തിൽ രാജപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ഇതാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? CPMന്റെ പരാതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? ടോമേ, ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ അക്രമം നടന്നതെന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. അതായത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഒരു സംഘം ആളുകൾ എത്തി ഈ തായന്നൂരിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുന്നത്. ഈ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ ഈ തകർത്ത സംഘം പുറത്ത് ഉണ്ടായിരുന്ന കൊടിമരവും അറുത്തുമാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സമീപ പ്രദേശങ്ങളിലെ CPMന്റെയും DYFIയുടെയും ഉൾപ്പെടെ CITയുടെയും ഉൾപ്പെടെ കൊടിമരങ്ങളും പിഴുതുമാറ്റിയ നിലയിൽ കണ്ടെത്തി. ഏതായാലും ഇത് തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ സെക്രട്ടറി അവിടെ തന്നെയാണ് സ്ഥിരമായി താമസിക്കുന്നത്. ചൊവ്വാഴ്ച അദ്ദേഹം വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയത്തായിരുന്നു ഈ അക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് സെക്രട്ടറിയെ ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് CPIM ലോക്കൽ കമ്മിറ്റി സംശയിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഈ അക്രമത്തിനിടെ ജനൽ ചില്ല് കൊണ്ട് പരിക്കേറ്റ ആളുകൾ പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതായും പോലീസിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഇത് ആരാണെന്ന് വ്യക്തമാക്കാൻ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നിടത്താണ് ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ അക്രമം നടന്നിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്നത് പോലീസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സാഹചര്യം എന്താണ്? ഒരു രാഷ്ട്രീയ സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടോ? പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ് ബൈജു?
ടോമെ, പോലീസ് അതീവ ജാഗ്രതയിലാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആളുകളാണ് വിരോധമുള്ള ആളുകളാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തിയിട്ടില്ല. അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കട്ടെ, പോലീസ് ഇതിൽ കുറ്റക്കാരെ കണ്ടെത്തട്ടെ എന്ന ഒരു നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. കാരണം ഇത് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അത് പ്രധാനമായും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗത്തൊന്നുമില്ല. ഒരു സംഘർഷ സാധ്യതയും നിലനിൽക്കില്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംശയിക്കേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയെ ലക്ഷ്യമിട്ട് അങ്ങനെ ഒരു പ്രസ്താവന ഒന്നും വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കട്ടെ, പ്രതികളെ പിടികൂട്ടെ എന്നാണ് പറയുന്നത് ഈ പാർട്ടി കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇതിന്റെ ഉദ്ദേശം എന്താണെന്നത് പോലീസിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഒരു പ്രശ്നവും നടക്കാത്ത ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു പാർട്ടി ഓഫീസ്, CPIM-ന്റെ പാർട്ടി ഓഫീസ് തകർക്കുക, അവിടെ ഉണ്ടായിരുന്ന കൊടിമരങ്ങളെല്ലാം പിഴുതുമാറ്റുക, അങ്ങനെ ഒരു അതിക്രമം നടത്തുന്നതിന് പിന്നിലെ ഒരു പക്ഷേ ബോധപൂർവം നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ല ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും ആളുകളാണോ എന്നത് സംബന്ധിച്ചെല്ലാം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ഇങ്ങനെ ഈ ജനൽ ചില്ല് അടിച്ചു തകർക്കുമ്പോൾ കണ്ണിന് പരിക്കേറ്റതാണെന്ന് സംശയിക്കുന്നു. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ, ആ പ്രദേശത്ത് ഉള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കേട്ടോ KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും ED അന്വേഷണം. വീണ റിയാസ് പണമിടപാടുകളിലാണ് അന്വേഷണം. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നിർണായകമായ നീക്കത്തിലേക്ക് ED കടക്കുന്നു. ഇതുവരെയും ചിത്രത്തിലില്ലായിരുന്നു മുഹമ്മദ് റിയാസ്. ഇപ്പോൾ റിയാസും അന്വേഷണ പരിധിയിലേക്ക് വരികയാണോ? ടോം, വീണയെ നിരന്തരം ചോദ്യം ചെയ്ത ശേഷവും വീണയുടെ ലോക്കറിലുണ്ടായിരുന്ന, അതായത് HDFC ബാങ്കിന്റെ ലോക്കർ പരിശോധിച്ച ശേഷവും കണ്ടെത്താനായത് 1.5 ലക്ഷം രൂപയാണ്. അതേസമയം ഈ CMR-ലും എക്സാലോജിക്കും തമ്മിലുണ്ടായ മാസപ്പടി ഇടപാടിൽ 2.78 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇടപാട് നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടക്കുന്നത്. പക്ഷേ വീണയുടെ അക്കൗണ്ടുകളിൽ നിന്നോ മറ്റു ട്രാൻസാക്ഷനിൽ നിന്നോ ഇതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. 2017 മുതൽ 2020 വരെയുള്ള അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്, മാസപ്പടി ഇടപാടിൽ നടന്നിട്ടുള്ളത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണം 2020 ജൂൺ 15-നാണ് മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിനുശേഷം മുഹമ്മദ് റിയാസിന്റെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയോ അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ പേരിൽ മറ്റ് സ്വത്തുവകകൾ വാങ്ങിച്ചു കൂട്ടിയോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ED ഇനി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുഹമ്മദ് റിയാസിന്റെ സ്വത്തുവകകളെ പറ്റി അന്വേഷണം ഉണ്ടാകും. അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കും. അതല്ല മറ്റേതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും EDക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. 2014-15 കാലഘട്ടത്തിലാണ് എക്സാലോജിക്ക് 1 ലക്ഷം രൂപ മൂലധനവുമായി ബന്ധപ്പെട്ട് ചേർത്ത ഈ എക്സാലോജി കമ്പനി ആരംഭിക്കുന്നത്. പക്ഷേ 2017 മുതൽ 2020 വരെയുള്ള കമ്പനിയുടെ ടേൺ ഓവർ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വീണയെ മാർക്കറ്റിംഗ് ആൻഡ് IT കൺസൾട്ടന്റായി നിയമിച്ചതും അതുപോലെ എക്സാലോജിക്ക് 3 ലക്ഷം രൂപ, വീണയ്ക്ക് 5 ലക്ഷം രൂപ എന്നിങ്ങനെ ഈ തരത്തിൽ 8 ലക്ഷം രൂപ മാസപ്പടിയായി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണ് 2.78 കോടി രൂപയുടെ ഇടപാട് CMR-ലും ഈ എക്സാലോജി കമ്പനിയുമായി കണ്ടെത്തിയിരിക്കുന്നത്. ആ ഇടപാടിന്റെ തുക എവിടെ, ആ തുക എവിടെയാണ് വിനിയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളെയാണ് ED അന്വേഷിക്കുന്നത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണോ CMR-ൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്? മുൻ മുഖ്യമന്ത്രിയെ, അതായത് വീണയുടെ പിതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2016 മുതലുള്ള കാലഘട്ടത്തിലാണ് ഈ ഇടപാട് നടക്കുന്നതും. അതും CMR-ന് വഴിവിട്ടിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ സഹായങ്ങളോ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പൊല്യൂഷൻ കൺട്രോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം കൂടി ഈ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതും ഈ CMR-ലുമായി ബന്ധപ്പെട്ട് അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇളവുകളും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിലൂടെ ലഭിച്ചതാണോ? അത്തരം കാര്യങ്ങൾ കൂടി ED അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ആളാണ് PA മുഹമ്മദ് റിയാസ്. ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നതാണ്. ഇതുവരെയുള്ള റെയ്ഡിലോ അല്ലെങ്കിൽ വീണയുമായി നടത്തിയിട്ടുള്ള
മറ്റ് ചോദ്യം ചെയ്യലോ ഒന്നും വീണ ഈ ഒരു 2.78 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യവും അതിൻ്റെ ഡീറ്റെയിൽസും ഇഡിക്ക് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുവകകൾ അതിനുശേഷം 2020 ശേഷം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലോ മുഹമ്മദ് റിയാസ് സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, അതെങ്കിലും മറ്റേതെങ്കിലും ബിനാമിയുടെ പേരുകളിൽ ബിനാമി ഇടപാടുകളിൽ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് ഈ പണം പോയിട്ടുണ്ടോ, PM മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരിക. എന്തായാലും മുഹമ്മദ് റിയാസിനെ തന്നെ അടിയന്തരമായി ചോദ്യം ചെയ്യണം നീക്കത്തിൽ തന്നെയാണ് ഇഡി. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് വിശദാംശങ്ങളും ഇഡി പരിശോധിക്കും. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാസപ്പടി കേസിൽ മുൻമന്ത്രി PM മുഹമ്മദ് റിയാസും ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. വീണ റിയാസ് പണമിടപാടുകളാണ് അന്വേഷണം. വീണയുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിൽ പണം മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.